ഇത്രയും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് സംബന്ധമായി കഴിഞ്ഞ ദിവസങ്ങളിലാകെ കേരളം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്ന സംഭവവികാസങ്ങൾക്കകത്തൊന്നും ഒരു ഗെയിം ചേഞ്ചർ എന്ന നിലയിൽ ഒരു റോളെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം അലങ്കരിക്കുന്നവർക്കോ ഞങ്ങൾക്ക് ആർക്കും അതിനകത്തില്ല. വേണമെങ്കിൽ ഗ്യാലറിയിൽ ഇരുന്നു കൊണ്ട് കളി കണ്ട് ആസ്വദിക്കാൻ കഴിയുന്ന അന്തരീക്ഷമാണ് കഴിഞ്ഞ ദിവസങ്ങളിലാകെ ഉണ്ടായിട്ടുള്ളത്. ഞാനിപ്പോൾ കോൺഗ്രസിൻ്റെ എല്ലാ ആഭ്യന്തര കാര്യങ്ങളിലും ഇടപെട്ട് അഭിപ്രായം പറയുന്ന പണി ഞങ്ങൾക്ക് ആർക്കുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിലേക്ക് കിടക്കുന്നില്ല. പക്ഷേ പ്രത്യേകത എന്താണ്? പ്രത്യേകത കോൺഗ്രസിൻ്റെ പ്രതിനിധി തുടക്കം മുതൽ ആവർത്തിച്ച് നമ്മളുടെ മുമ്പിൽ ഒരു പ്രതീതി നിർമ്മാണം നടത്താൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ കാര്യത്തിനകത്ത് പ്രത്യേകിച്ച് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്. ഞങ്ങൾക്കെല്ലാവർക്കും ഒരേ ഒരു തീരുമാനമേ ഉള്ളൂ. അത് നിലമ്പൂരിലെ മുൻ MLA കാര്യത്തിലാണെങ്കിലും മറ്റ് തെരഞ്ഞെടുപ്പ് സംബന്ധമായ ഏത് കാര്യങ്ങളും ഞങ്ങൾക്ക് ഏക അഭിപ്രായമാണ് എന്ന് അദ്ദേഹം വരുത്തി തീർക്കാൻ വേണ്ടി നല്ല അധ്വാനം ചെയ്യുന്നതായി നമുക്ക് ഈ ചർച്ചയുടെ തുടക്കത്തിൽ തന്നെ കാണാൻ വേണ്ടി കഴിഞ്ഞു. നിലമ്പൂരിലെ മുൻ MLA കാര്യം പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടതല്ല എന്ന് പറഞ്ഞത് ആരാ? CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷാണോ? അതോ കേരളത്തിന്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി ആണോ? ആരാണ് പറഞ്ഞത്? KPCC-യുടെ മുൻ അധ്യക്ഷനല്ലേ പറഞ്ഞത്? കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളുടെയും മുമ്പിൽ യുക്തിസഹമായി ചിന്തിക്കുന്ന അല്ലെങ്കിൽ അസാധാരണ പ്രശ്നമൊന്നും നമ്മുടെ ബോധത്തിനും ചിന്തയ്ക്കും വന്നിട്ടില്ലാത്ത മുഴുവൻ മലയാളികളുടെയും മുമ്പിലല്ലേ അദ്ദേഹം മലയാള ഭാഷയിൽ തന്നെ നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞത്? ഇയാളുടെ കാര്യം നിങ്ങൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ട എന്ന് ഇടതുപക്ഷത്തോടല്ല പറഞ്ഞത്, സ്വന്തം പാർട്ടിയുടെ നേതാവായി ചമഞ്ഞു നടക്കുന്ന കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനോട് ദിവസങ്ങൾക്ക് മുമ്പ്. ഞാൻ അതിനകത്ത് ഒരു ഒറ്റ കാര്യം കൂട്ടിച്ചേർക്കാം. കെ സുധാകരൻ മാധ്യമങ്ങളെ കാണാണ്. അപ്പോൾ ഒരു ചോദ്യം ഇങ്ങനെയാണ്: VD സതീശനാണ് മുന്നണിയിൽ എടുക്കാത്തതിന് പിന്നിൽ എന്നാണല്ലോ അൻവർ പറയുന്നത്. അപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് കെ സുധാകരൻ അത് പ്രതിപക്ഷ നേതാവ് ഒറ്റയ്ക്ക് എടുക്കേണ്ട തീരുമാനമല്ലല്ലോ, എല്ലാവരും കൂടി എടുക്കേണ്ട തീരുമാനമാണ് എന്ന് പറഞ്ഞത്. അത് ഈ ചില ടെലിവിഷനിലെ ഒക്കെ ക്യാപ്ഷൻ അങ്ങനെ VD സതീശൻ ഒറ്റയ്ക്ക് എടുക്കേണ്ട എന്ന മട്ടിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നു സുധാകരൻ പല വ്യത്യസ്ത നിലപാടുകളും എടുത്തിട്ടുണ്ട്. പക്ഷേ ഈ പ്രത്യേക സെന്റൻസ് താങ്കൾ ഉദ്ദേശിച്ചതുപോലെ അല്ല. ഇല്ല, ഞാൻ എൻ്റെതായ ഒരു വാക്കോ ഒരു വാചകമോ അതിനോട് കൂട്ടിച്ചേർത്ത് പറഞ്ഞതേ ഇല്ല. നമ്മുടെ നാട്ടിൽ മുഖ്യധാരാ മാധ്യമ പദവി അലങ്കരിക്കുന്ന പല ചാനലുകളും പല മാധ്യമ സ്ഥാപനങ്ങളും പുറത്തുവിട്ട അദ്ദേഹത്തിന്റെ പ്രതികരണം, ആ പ്രതികരണത്തെ ഞാൻ ഓർമ്മിച്ചെടുത്ത് പങ്കുവെച്ചതെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടാണ്, ഞങ്ങൾക്ക് ഒരു തീരുമാനമാണ് എന്നുള്ളതിനോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോടുള്ള കേരളത്തിലെ KPCC-യുടെ മുൻ പ്രസിഡന്റ് പ്രതികരണം ഞാൻ ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണത്തോട് തന്നെ ഇപ്പോൾ ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച പല വാദങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെതാണ്. ആ പ്രതികരണങ്ങളോട് തന്നെ സംഘടനാ കാര്യത്തിന്റെ ജനറൽ സെക്രട്ടറി എന്നിവർ അലങ്കരിച്ച് നടത്തുന്ന മറ്റൊരാളുണ്ടല്ലോ, ഇന്ത്യയിലെ കോൺഗ്രസിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ പ്രതികരണം എന്തായിരുന്നു? KPCC-യുടെ അഭിനവ പ്രസിഡന്റ്, ഇപ്പോഴത്തെ പുതിയ പ്രസിഡന്റിന്റെ നിലപാട് എന്തായിരുന്നു? അവരാകെ ഇദ്ദേഹത്തെ തള്ളിക്കളയുകയായിരുന്നില്ലല്ലോ. ഞങ്ങളുടെ ഭാഗമെന്ന് അവരെല്ലാവരും ആവർത്തിച്ച് പറയുമ്പോൾ ഒരാൾ മാത്രമാണ് ഈ ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധി ഉന്നയിച്ച അതേ വാദമുഖം അവതരിപ്പിച്ചത്. അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത് എവിടെ നിൽക്കുന്നോ എവിടെ നിൽക്കണ്ടയോ എന്നുള്ളത്. പക്ഷേ KPCC-യുടെ പുതിയ പ്രസിഡന്റ് വാദം അതായിരുന്നോ? മുസ്ലിം ലീഗിന്റെ വാദം അതായിരുന്നോ? KPCC-യുടെ മുൻ പ്രസിഡന്റ് വാദം അതായിരുന്നോ? സംഘടനാ കാര്യങ്ങളുടെ ജനറൽ സെക്രട്ടറി ചുമതല വഹിച്ചിരിക്കുന്നു എന്ന് അവകാശപ്പെടുന്നയാളുടെ വാദം അതായിരുന്നോ? അതായിരുന്നില്ലല്ലോ. ഞാൻ ഇതിനകത്തൊന്നും അഭിപ്രായം പറയുകയില്ല. പക്ഷെ കോൺഗ്രസ് പ്രതിനിധികളുടെ നേതൃത്വത്തിന്റെ ഭാഗമായി പരിലസിക്കുന്നവരുടെ ആകെ പ്രതികരണം ഇതായിരുന്നു. ആ പ്രതികരണങ്ങളൊന്നും കേരളത്തിലെ പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണങ്ങളോട് ചേർന്ന് നിൽക്കുന്നതേ ആയിരുന്നില്ല എന്ന് സൂചിപ്പിച്ചതാണ്. പിന്നെ ഇതിൽ കേരളത്തിൽ രാഷ്ട്രീയം സത്യസന്ധമായി യുക്തിസഹമായി ചർച്ച ചെയ്യുന്നവർക്ക് മുമ്പിൽ അല്പം ഹാസ്യാത്മകമായ ഒരു കൗതുകമുണ്ട് എന്നുള്ളത് പറയാതിരിക്കാനാകില്ല. കാരണം എന്താണ്? ഇപ്പോൾ നിലത്ത് വീണ എൻ്റെ മുഖത്ത് ചവിട്ടി എന്ന് പറയപ്പെടുന്നയാളും അദ്ദേഹം പരാതി പറയാൻ ചെയ്യുന്നയാളും പരാതി പരിഹരിക്കാൻ നിൽക്കുന്നയാളും ഒക്കെ കേരളത്തിൽ പിണറായിസം എന്ന് കേരളത്തിലെ ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ പ്രതിനിധി ചൂണ്ടിക്കാണിച്ച കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെയും അതുവഴി അതിന്റെ പ്രതീകമായിട്ടുള്ള പിണറായി വിജയന്റെയും അന്ത്യം രാഷ്ട്രീയമായി എടുത്തിട്ടേ ഞങ്ങൾ ഈ പണി നിർത്തൂ എന്ന് പ്രഖ്യാപിച്ച് നടന്നവരാണ്. അവരാരും ഇപ്പൊ അവരുടെ പദവിയിലില്ല എന്നുള്ളതാണ് കേരള രാഷ്ട്രീയം സത്യസന്ധമായി വിലയിരുത്തുന്നവർക്ക് ഹാസ്യാത്മകമായി കണ്ടു ചിരിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. എന്നിട്ട് വീണ്ടും ഈ നിലമ്പൂർ മുൻ MLA-യുടെ അതേ പ്രതികരണം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തെ തള്ളിക്കളത് കൊണ്ട് കോൺഗ്രസിന്റെ പ്രതിനിധി എന്താണ് പറയുന്നത്? ഞങ്ങൾ ഈ പിണറായിസത്തെ അവസാനിപ്പിക്കും. എന്താണ് കോൺഗ്രസിന്റെ പ്രതിനിധി പിണറായിസം? ഇന്നിതാ 986.02 കോടി രൂപ നവകേരള സദസ്സിലൂടെ സ്വീകരിക്കപ്പെട്ട മുഴുവൻ പരാതികളെയും പരിഹാരം കാണുന്നതിന് ഒരു നിയോജക മണ്ഡലത്തിന് 7 കോടിയിൽ കുറയാത്ത തുക വകുപ്പ് പ്രകാരം നൽകിക്കൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നു. അതാണോ അങ്ങ് സൂചിപ്പിച്ച പിണറായിസം? കുടിശ്ശിക അടക്കമുള്ള സാമൂഹിക അത്തരം വിഷയങ്ങളിലേക്ക് എന്താണ് 65 ലക്ഷം എന്നുള്ള വിഷയത്തിലേക്ക് നമുക്ക് വരാം. എത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ആദ്യം നമുക്ക് അൻവറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയതിനു ശേഷം അത്തരം വിഷയങ്ങളിലേക്ക് വരാം.